CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി. കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശതാബ്ദി നിറവിലെത്തിയ മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്ക്. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശിനിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. 27 വർഷമായിട്ടും പട്ടയമില്ല. പട്ടയമേള ദിനത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് തിരുവത്രയിൽ വീടിന് നേരെ ആക്രമണം. പുത്തൻകടപ്പുറം EMS നഗർ AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3-നായിരുന്നു സംഭവം. ഗുരുവായൂർ KSRTC ഗാരേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വിലക്കയറ്റം മൂലം ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കുടിശ്ശികയായ DA അനുവദിക്കണമെന്നും KSRTC EACITU ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചയാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ 58 വയസ്സുള്ള അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. ഗുരുവായൂരിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് 5 പേർക്ക് പരിക്ക്. മമ്മിയൂർ റോഡിൽ ഫുഡ് താസ ഹോട്ടലിന് സമീപത്തെ മതിലിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയത്. കാട്ടുകമ്മൽ പഞ്ചായത്തിലെ അരുവായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ആഫ്രിക്കൻ ഒറ്റശല്യം വ്യാപകമായ പെരുമ്പെടുപ്പ് പഞ്ചായത്തിലെ 8-ാം വാർഡ് ചെറുവല്ലൂർ അരിക്കാട് മേഖലയിൽ ഒച്ച നിയന്ത്രണ ക്യാമ്പയിന് തുടക്കമായി. ഗുരുവായൂരിലെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി CPIM നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ രാസവളങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിലും വില വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 100 ദിവസത്തിലകം മതപ്പാട് കാലം കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ ഇനി എഴുന്നള്ളിപ്പുകളുടെ തിരക്കിലേക്ക്. ചൂണ്ടൽ പഞ്ചായത്തിലെ 11-ാം വാർഡ് മഴുവഞ്ചേരിയിൽ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ഗുരുവായൂർ റെയിൽവേയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിവേദനം നൽകി. വർണ്ണാഭമായി പാലയൂർ ഫെസ്റ്റ്. ആനകളും വിവിധ വാദ്യമേളങ്ങളും അകമടിയോടെയുള്ള ഘോഷയാത്രയോടെയാണ് പാലയൂർ ഫെസ്റ്റ് ആഘോഷിച്ചത്. പൗലോസ് തിതിയൻ ബാവ തിരുമേനിയുടെ 4ാം ഓർമ്മ പെരുന്നാൾ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ UAEയിലെ ഗ്രിഗോറിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫുജേറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ആചരിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കുട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കും. രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ കുന്നംകുളം ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ നടന്നുവന്നിരുന്ന ഖുർആൻ വാരത്തിന് സമാപനമായി. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റി പരിധിയിലെ വാഗ മേഖല കുടുംബസംഗമം സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സമാരിറ്റൻസ് 2005 ബാച്ച് സംഘടിപ്പിച്ച സ്പന്ദനം 2025 മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം അൻസാർ വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.